പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? ഇന്നത്തെ പ്രഭാതം എങ്ങനെയുണ്ട്? രാവിലെ എഴുന്നേറ്റ ഉടനെ പോരാട്ടം തുടങ്ങിയോ? അതായത് ദിവസവും നമ്മുടെ ജീവിതത്തിൽ പോരാട്ടങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, യേശുക്രിസ്തു പറഞ്ഞു, ലോകത്തിൽ ഉപദ്രവങ്ങളുണ്ട്. അതുകൊണ്ട് ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചില ഉപദ്രവങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കടക്കേണ്ടതായി വരും. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഈ ലോകത്തിന്റെ അധിപൻ സാത്താനാണ് എന്ന് ദൈവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഈ സാത്താൻ വെറുതെ ഇരിക്കില്ല. അവൻ നമ്മുടെ ശത്രുവാണ്. നമ്മെ ബുദ്ധിമുട്ടിക്കാനായി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, ഭയപ്പെടുത്തും, നിരാശപ്പെടുത്തുകയും ചെയ്യും. നമ്മെ മുടക്കുവാനായി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെങ്ങനെ ജീവിക്കാനാകുമെന്ന് വിചാരിക്കുകയാണോ? അവനെ നാം ജയിക്കണം. ജയിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? യാക്കോബ് 4:7 പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ടോടും. നിങ്ങൾ എതിർത്ത് നിൽക്കണം. ദിവസവും യേശുവിന്റെ നാമത്തിൽ, സാത്താനെ, പിശാചെ, ഞാൻ നിന്നോട് എതിർത്ത് നിൽക്കുന്നു എന്ന് പറയണം. ഞാൻ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എഫേസ്യർ 6:12 പറയുന്നു, വാഴ്ചകളുടെ ആത്മാവ്, അന്ധകാരത്തിന്റെ ആത്മാവ്, ലോകാധിപതികളുടെ ആത്മാവ്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മാ സൈന്യം, ഇവയുടെ പോരാട്ടമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ ദിവസവും യേശുവിന്റെ നാമത്തിൽ ഈ ആത്മാക്കളെ എതിർത്ത് പ്രാർത്ഥിക്കും. യേശുവിന്റെ രക്തത്തിൽ എന്നെ സമർപ്പിക്കുന്നു. സാത്താനെ, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. എന്നെ നിനക്ക് നിരാശപ്പെടുത്താനാവില്ല, എന്നെ ജയിക്കാനാവില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ എതിർക്കുന്നു. യേശുവിന്റെ രക്തം തെളിച്ച് ഞാൻ നിന്നെ ഓടിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസം മുഴുവനും യേശുവിന്റെ സംരക്ഷണം അറിയാൻ സാധിക്കും, വിജയിക്കാനും ആകും. നിങ്ങളും ദിവസേന രാവിലെ നിങ്ങളുടെ ശത്രുവാകുന്ന പിശാചിന്റെ പ്രവൃത്തികളെ എതിർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഭയപ്പെട്ടാൽ പിശാച് നിങ്ങളെ വിരട്ടിക്കൊണ്ടേയിരിക്കും. അയ്യോ, പിശാച് ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്? അവനെ ജയിച്ച യേശു നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? സാത്താനെ ജയിച്ച യേശു നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചെ, നീ കൊണ്ടുവരുന്ന എല്ലാ പോരാട്ടങ്ങളെയും എതിർക്കുന്നു, ദുഷ്പ്രവൃത്തികളെ ശാസിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് ദിവസവും പ്രാർത്ഥിക്കൂ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കൂ. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധ്യമാകും. സാത്താൻ പോരാടിയാലും തോറ്റുപോകും. നിങ്ങൾ ജയം പ്രാപിച്ചവരായിരിക്കും. പക്ഷേ വചനം പറയുന്നു, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനെ എതിർത്ത് നിൽക്കൂ എന്ന്. ഈ വചനത്തിന് കീഴടങ്ങാതെ നിങ്ങൾ ഇരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സാത്താനെ ജയിക്കാനാവില്ല. പിശാചിനെ നിങ്ങൾക്ക് വിരട്ടാനായില്ലെങ്കിൽ വചനത്തിൽ പറഞ്ഞതെന്തോ ഒന്ന് അനുസരിക്കുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് ദിവസവും വേദവചനം വായിച്ച് കീഴടങ്ങി നിങ്ങളെ സമർപ്പിക്കണം. ദൈവത്തിന് കീഴടങ്ങി പിശാചിനെ എതിർത്ത് നിന്നാൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചു നോക്കൂ. ദൈവത്തിന്റെ വചനത്തിന് നിങ്ങൾ കീഴടങ്ങിയിട്ടുണ്ടോ? അപ്പോൾ ധൈര്യത്തോടെ എതിർത്ത് നിൽക്കൂ. ഇന്ന് നിങ്ങൾ ജയിക്കും. ദിവസം തോറും ജയിക്കും. സാത്താന് നിങ്ങളെ അതിജീവിക്കാനാവില്ല. പറയൂ, പിതാവേ, എനിക്ക് സാത്താന്റെ മേൽ ജയം തരാനായി യേശുക്രിസ്തുവിനെ കുരിശിലേൽപ്പിച്ച് ജയിക്കാൻ അനുവദിച്ചതിനായി സ്തോത്രം. എന്റെ ശത്രുവാകുന്ന പിശാചിന് എന്നെ ജയിക്കാനാവില്ല. ഞാൻ അവനെ യേശുവിന്റെ നാമത്തിൽ എതിർത്ത് നിൽക്കുന്നു. ഇന്നവൻ എനിക്ക് കൊണ്ടുവരുന്ന എല്ലാ പോരാട്ടങ്ങളെയും ഞാൻ ശാസിക്കുന്നു. യേശുവിന്റെ രക്തത്തെ തെളിക്കുന്നു. എനിക്ക് ജയം തരുന്ന യേശുവിന് സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ